ഹായ് ഹലോ അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മന്തി റൈസാണ് കേട്ടോ. മന്തി റൈസ് ഇന്ന് ഞാൻ നോമ്പ് തുറക്ക് ഞങ്ങൾ ഇവിടെ വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഇനി അതിന് ആവശ്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ചിക്കനിൽ ആദ്യം നമ്മൾ മസാല ആക്കി വെക്കണ്ട. അതിന് ചിക്കനിൽ മാഗി ക്യൂബ്, ഗരം മസാല, വലിയ ജീരകം മുഴുവനായിട്ട് ഇട്ടിട്ട ജീരകം, അതേപോലെ ചെറിയ ജീരകം മുഴുവനായിട്ട് 1 സ്പൂൺ ഇട്ട്, പിന്നെ ഞാൻ ഇവിടെ മന്തി മസാല അല്ല കേട്ടോ. മന്തി മസാല ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ് കേട്ടോ, പുറത്തല്ല, റെഡിമെയ്ഡ് വാങ്ങിയതല്ലാതെ ഞാൻ ഉണ്ടാക്കിയത്. 2 സ്പൂൺ ഇടുന്നുണ്ട്, അതിട്ട്. പിന്നെ കുരുമുളക് ഞാൻ മുഴുവനായിട്ട് ഇടുന്നില്ല, അതിൻ്റെ പകരം ഞാൻ ക്രഷ് ചെയ്ത് കണ്ട് കുറച്ചിട്ടാ. പിന്നെ നല്ലോണം ചിക്കനിൽ അതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം അത് നമ്മൾ മാറ്റി വെച്ചു കേട്ടോ. 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ മാറ്റി വെക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അത് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഒരു പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് കുറച്ച് ഗരം മസാല, നമ്മൾ ആദ്യം മിക്സ് ആക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്നുണ്ട്. കുറച്ചും കൂടി ഗരം മസാലയും മന്തി മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഇല്ലാന്ന് തോന്നിയപ്പോൾ കുറച്ചും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിരിക്കണേ. പിന്നെ മല്ലിയില, റസിൻ്റെ ഇല കേട്ടോ. ഇത് രണ്ടും കൂടി നല്ലോണം മിക്സ് ആക്കിയതിൻ്റെ ശേഷം പിന്നെ റെഡ് കളറും കേട്ടോ യൂസ് ചെയ്യുന്നുണ്ട്. കാണാനൊരു ഭംഗിയാണല്ലോ റെഡ് കളർ ചെയ്താലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളറും ചെയ്ത് ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ട് സൺഫ്ലവർ ഒഴിക്കാണ്ട് കേട്ടോ അതിലേക്ക്. സൺഫ്ലവർ ഒഴിച്ചെടുത്ത് വീണ്ടും നല്ലോണം മിക്സ് ആക്കിയിട്ട് ഓയിൽ ഒഴിച്ചുകൊണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മുഴുവനായിട്ടും ഏലക്ക, പട്ട, ഗ്രാമ്പൂ, അത് നമ്മൾ ഗരം മസാലൻ്റെ പൗഡറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പകരം അത് മുഴുവനായിട്ടുള്ളത് ഇട്ടെടുത്ത് പിന്നെ ചിക്കനിൽ 5 മിനിറ്റ് നമ്മളൊന്ന് വേവിക്കണം കേട്ടോ. കാരണം കുക്കറിലല്ലല്ലോ നമ്മളിത് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം കേട്ടോ റൈസ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഒരു 80% വേവണം കേട്ടോ. അങ്ങനെ ചിക്കൻ തിളക്കുമ്പോൾ അതിൻ്റെ ഗ്രേവി കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ റൈസൊക്കെ അതിൽ ചെയ്ത് യെല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് കളർ വീണ്ടും കുറച്ചും കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. നമ്മൾ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അതും കൂടി അതിൻ്റെ മേലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റ് കേട്ടോ റൈസിൽ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ ചെയ്താൽ. പിന്നെ ദം ചെയ്യട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ് നേരം നല്ലോണം തീയിൽ വെച്ചിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ വെച്ചിട്ടും അങ്ങനെ ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. റൈസ് കഴിക്കാനും കാണാനും ഭംഗിയുണ്ട്, നല്ല കഴിക്കാൻ നല്ല സോഫ്റ്റും ടേസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.